وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. رب هب لي من الصالحين. فبشرناه بغلام حليم. فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى. قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് നമ്മുടെ ഓരോ നോട്ടങ്ങളും നീക്കങ്ങളും പ്രവർത്തനങ്ങളും സദാ അല്ലാഹു സുബ്ഹാനഹു വ തആല വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ബോധ്യത്തോടെ ജീവിതത്തെ ക്രമീകരിക്കണേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വാലിഹീങ്ങളായ, അവൻ്റെ തൃപ്തിക്ക് പാത്രമാകുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ സ്തംഭങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഹജ്ജ്, അതിൻ്റെ മഹത്വത്തെയും ശ്രേഷ്ഠതയെയും കുറിക്കുന്ന വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക ഹദീസുകളുടെയും ഒക്കെ വചനങ്ങൾ, തിരുവചനങ്ങളെല്ലാം കഴിഞ്ഞ ഖുതുബയിലൂടെ നാം മനസ്സിലാക്കുകയുണ്ടായി. അനുകൂലങ്ങളായ സാഹചര്യങ്ങളൊക്കെ ഒത്തിണങ്ങി വന്നിട്ടും ആ ഹജ്ജിനെ പിന്തിച്ച് നിൽക്കുന്നതിൻ്റെ ഗൗരവവും അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച
ഗൗരവമേറിയ താക്കീതും, എത്രത്തോളമാണ് അതിൻ്റെ ഗൗരവം, അത് കുഫ്റാണ് എന്ന് പറയത്തക്ക രൂപത്തിലുള്ള ഖുർആനിക വചനങ്ങളുമൊക്കെ നാം വളരെ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കുകയുണ്ടായി. പരിശുദ്ധമായ ആ ഹജ്ജ് കർമ്മം, അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവിടെയെല്ലാം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ത്യാഗോജ്ജലമായ ജീവിതത്തിൻ്റെ ചരിത്രങ്ങൾ നമുക്കവയിലൊക്കെ വായിച്ചെടുക്കാൻ സാധിക്കും. ഓരോ ഹാജിയും ആ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ ഈ ചരിത്രങ്ങളൊക്കെ അയവിറക്കിക്കൊണ്ടാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ഓരോന്നും നിർവഹിക്കുന്നത്. പരിശുദ്ധമായ കഅബയും സഫയും മർവയും മിനയും മുസ്ദലിഫയും അങ്ങനെ ഏതേത് സ്ഥലങ്ങളെടുത്ത് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ, സാഹചര്യങ്ങളൊക്കെ എടുത്തു പരിശോധിച്ചാൽ അവിടെയെല്ലാം ആ കുടുംബത്തെ അനുസ്മരിപ്പിക്കുന്ന ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെക്കുറിച്ച് വളരെയധികം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട്. കഠിനമായ ഒരുപാട് പരീക്ഷണങ്ങൾ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. പക്ഷേ തൻ്റെ ഈമാനിൻ്റെ ദാഢ്യത കൊണ്ട്, ദൃഢമായ ഉറപ്പുള്ള തകർന്നു പോകാത്ത പതറിപ്പോകാത്ത ഈമാൻ കൈവശമുള്ളതുകൊണ്ട് അത്തരം ഏത് കഠിനമായ പരീക്ഷണങ്ങളും അദ്ദേഹത്തിന് തരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ത്യാഗപൂർണമായ, അതല്ലെങ്കിൽ ആത്മസമർപ്പണത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു ഉദാഹരണം വിശുദ്ധ ഖുർആൻ നമുക്ക് എടുത്തു പറഞ്ഞു തരുന്നുണ്ട്. തൻ്റെ പൊന്നുമകൻ, ആ മകനെ ബലിയറുക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായ സന്ദർഭം 37-ാം അധ്യായം സൂറത്തു സാഫാത്തിൻ്റെ 100 മുതലുള്ള വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തുദ്ധരിക്കുന്നുണ്ട്. ആമുഖമായി ഞാൻ ഊതി വെച്ചത് അതിൽ ചില ഭാഗങ്ങൾ മാത്രമാണ്. പ്രായമേറെ ചെന്നിട്ടും സന്താന ഭാഗ്യം ലഭിക്കാതെ അദ്ദേഹം ജീവിക്കുകയാണ്. അതും അല്ലാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. ഐഹിക ജീവിതത്തിൽ നമുക്കറിയാം, സന്താനങ്ങളെ ലഭിക്കുക എന്നുള്ളത് അല്ലാഹുവിൻ്റെ മഹത്തായ ഒരു അനുഗ്രഹമാണ്. ഒരു മനുഷ്യന് സന്തോഷത്തിൻ്റെ അങ്ങേ അറ്റത്തെത്താൻ കഴിയുന്ന ഒന്നാണ് സന്താന ഭാഗ്യം എന്നുള്ളത്. അദ്ദേഹത്തിന് പ്രായമേറെ ചെന്നിട്ടും സന്താനം ലഭിക്കാതിരിക്കുകയും എന്നാൽ അദ്ദേഹം അല്ലാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന രംഗം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയെ അല്ലാഹു എടുത്തുദ്ധരിക്കുന്നത് റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, അല്ലാഹുവേ എനിക്കൊരു സ്വാലിഹായ സന്താനത്തെ നീ പ്രദാനം ചെയ്യണേ. ഇത്ര കാലമായിട്ടും എനിക്ക് സന്താനങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ നിന്നോടുള്ള പ്രാർത്ഥന നിർത്തുവാനോ അതിന് മറ്റേതെങ്കിലും ഷിർക്കിൻ്റെ വഴികൾ തേടുവാനോ ഞാൻ തയ്യാറല്ല. റബ്ബി ഹബ്ലി, അല്ലാഹുവേ എനിക്ക് നീ തരണേ. റബ്ബിനോടാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. അല്ലാഹു പറഞ്ഞു ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, വിവേകശാലിയായ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്നുള്ള രൂപത്തിൽ ഒരു നല്ല മകനെ തന്നെ നാം അദ്ദേഹത്തിന് നൽകി. ആ സന്തോഷ വാർത്ത നാം അദ്ദേഹത്തിന് അറിയിച്ചു കൊടുത്തു. അങ്ങനെ ആ കുട്ടിയെ നൽകി. ആ കുട്ടി അങ്ങനെ വളർന്നു വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫലമ്മാ ബലഗ മഅഹു സഅയ ഖാല യാ ബുനയ്യ
ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹു ഫൻദുർ മാദാ തറഹാ. അദ്ദേഹം തന്റെ പൊന്നുമകനെ വിളിക്കുകയാണ്. അല്ലാഹ് പറയുന്നു ഫലമ്മാ ബലഗ മഅഹു സഈ, അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യാൻ പരിശ്രമിക്കാനൊക്കെ ഉള്ള ഒരു പ്രായം, ഒരു 10-13 വയസ്സ് ആ കുട്ടിക്ക് ആയ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഒരു സ്വപ്നം കാണിച്ചു കൊടുക്കുകയാണ്. ആ സ്വപ്നം കണ്ട ഉടനെ അദ്ദേഹം തന്റെ മകനെ വിളിക്കുന്നു. ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം. തന്റെ പൊന്നുമകനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, പൊന്നുമോനെ, ഉപ്പ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് മോനെ. ഞാൻ ഇന്നലെ രാത്രി ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്താണ് സ്വപ്നം എന്നറിയുമോ? അന്നീ അദ്ബഹുക്, മോനെ നിന്നെ അറുക്കണമെന്നുള്ളതാണ്. പ്രവാചകന്മാരുടെ സ്വപ്നം അത് നമ്മൾ കാണുന്നത് പോലെയുള്ള വൃഥായുള്ള സ്വപ്നങ്ങളാവില്ല, മറിച്ച് അള്ളാഹുവിന്റെ വഹയാണ് സ്വപ്നരൂപേണ പ്രവാചകന്മാർക്ക് അവതരിപ്പിക്കപ്പെടുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അതറിയാം, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണെന്നറിയാം, ഇത് റബ്ബിന്റെ വഹയാണെന്നറിയാം. തന്റെ മകനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, മോനെ, ഉപ്പാക്ക് ഇങ്ങനെ ഒരു വഹയ വന്നിട്ടുണ്ട്, നിന്നെ അറുക്കണമെന്നാണ്. എന്നിട്ട് അദ്ദേഹം മോനോട് ആരായുകയാണ്, ഫൻദുർ മാദാ തറാ, മോനെ നിന്റെ അഭിപ്രായം എന്താ? ഉപ്പ എന്ത് ചെയ്യണം? അള്ളാന്റെ കൽപ്പനയുണ്ട്, ഉപ്പ എന്താ ചെയ്യേണ്ടത്? മോൻ പറ. എന്താണ് മകന്റെ മറുപടി? അതും അല്ലാഹ് എടുത്തു പറയുകയാണ്. ഖാല യാ അബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഖാല യാ അബത്, എന്റെ പ്രിയപ്പെട്ട പിതാവേ, ഇഫ്അൽ മാ തുമർ, അല്ലാഹുവിന്റെ കൽപ്പന എന്താണോ താങ്കൾക്ക് വഹി വന്നിട്ടുള്ളത്, ഇഫ്അൽ മാ തുമർ, അതങ്ങ് പ്രവർത്തിക്കേണ്ടത് തന്നെയാ, അതങ്ങ് പ്രവർത്തിക്കേണ്ടതാണ്. കാരണം അത് റബ്ബിന്റെ വഹിയാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. പിന്നെ എന്നെ ഓർത്തുകൊണ്ട് അങ്ങ് പ്രയാസപ്പെടേണ്ടതില്ല. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, അങ്ങ് അറുക്കുന്ന സമയത്ത് എന്നെ ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ താങ്കൾക്ക് കാണാം. എന്താ പറഞ്ഞത്? അങ്ങ് മൂർച്ചയുള്ള ഖഡ്ഗം, ആ മൂർച്ചയുള്ള കത്തി എന്റെ കണ്ടത്തിലേക്ക് വെക്കുമ്പോ പിതാവേ, ക്ഷമയോടെ അങ്ങ് പ്രയാസപ്പെടുത്താതെ ഞാൻ അങ്ങേക്ക് മുമ്പിൽ കിടന്നു തരാം. ഈ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ എടുത്തു പറയാണ്. ഇത് ആരോടാണ് പറയുന്നത്? ഇതാരാണ് പറയുന്നത്? നമ്മളൊക്കെ രക്ഷിതാക്കളാണ്, നമ്മളൊക്കെ മക്കളാണ്, നമുക്കൊക്കെ കുട്ടികളുണ്ട്, നമുക്കൊക്കെ മാതാപിതാക്കളുണ്ട്. നമ്മുടെ പിതാവ് നമ്മോട്, അല്ലെങ്കിൽ നമ്മുടെ പിഞ്ചു മകനോട്, ഒരു 10-13 വയസ്സുള്ള നമ്മോടൊപ്പം ഓടിക്കളിക്കുന്ന ഒരു മകനെ വിളിച്ചിട്ട് ഇത് പറയാൻ നമ്മൾ തയ്യാറല്ല. പോട്ടെ, ഇത് വേണ്ട, അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് മകനെ, എന്തേ നീ സുബഹ ജമാഅത്തിന് എന്റെ കൂടെ പള്ളിയിലേക്ക് വരാത്തത് എന്ന് ചോദിക്കാനുള്ള തന്റെ ഇടം പോലും ഇന്നത്തെ രക്ഷിതാക്കൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പല രക്ഷിതാക്കളും പള്ളികളിലേക്ക് പോകുന്നുണ്ട്, ജമാഅത്ത് നമസ്കാരത്തിന് പങ്കെടുക്കുന്നുണ്ട്, ഇസ്ലാമിക ജീവിതം നയിക്കുന്നുണ്ട്. പക്ഷേ തന്റെ മകളെ അത് പഠിപ്പിക്കാൻ, ആ അധ്യാപനങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കാൻ, മോളെ നീ ധരിക്കുന്ന വസ്ത്രം ഇസ്ലാമിക വസ്ത്രമല്ല എന്ന് പറയാനുള്ള തന്റെ ഇടം പോലും പലപ്പോഴും രക്ഷിതാക്കൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാ. മകനെ, നിന്റെ വസ്ത്രം അത് ഇസ്ലാമികമല്ല, നിന്റെ നടത്തം, നിന്റെ ജീവിതം ഇത് അനിസ്ലാമികമാണ് എന്ന് പറയാൻ, തന്റെ മകനെ ഉപദേശിക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ കൽപ്പന എന്താ? തന്റെ മകനെ അറുത്ത് കളയാൻ റബ്ബിന്റെ ഓർഡർ ഉണ്ട് എന്നാണ്. അത്രയും വലിയ കൽപ്പനയൊന്നും നമ്മോട് വന്നിട്ടില്ല. മക്കൾക്ക് തർബിയത്ത് കൊടുക്കുന്ന വിഷയത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞിട്ട് അല്ലാഹ് പറയുന്നത് എന്താണെന്നറിയോ? ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം. ഇബ്രാഹിമിന്റെ ചരിത്രം, അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ചരിത്രം അല്ലാഹ് വെറുതെ ഖുർആനിലൂടെ ഇങ്ങനെ പറയല്ല. ഖദ് കാനത് ലക്കും ഉസ്വ, നിങ്ങൾക്കതിൽ മാതൃകയുണ്ട്. വിശ്വാസികളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. തന്റെ പിതാവ് തന്റെ മകനോടത് പറഞ്ഞപ്പോ എങ്ങനെയാ മകൻ പ്രതിവചിച്ചത്?
എനിക്ക് 18 വയസ്സായിട്ടുണ്ട്, ഇനി എൻ്റെ സ്വാതന്ത്ര്യമാണ്, ഞാനൊരു വ്യക്തിയാണ്, എൻ്റെ വിഷയത്തിൽ ഇനി മാതാവിനോ പിതാവിനോ ഇടപെടാനുള്ള അവകാശമില്ല, ഞാനൊരു സ്വതന്ത്രനായ വ്യക്തിയായിട്ടുണ്ട് എന്നാണ് ഇന്നത്തെ മക്കൾ. അല്ല, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രതിവചനം, അദ്ദേഹത്തിന്റെ പിതാവിനോടുള്ള ഏറ്റവും ഗൗരവമേറിയ ഒരു കൽപ്പന തന്നോട് പറഞ്ഞപ്പോ അക്ഷമനായിട്ടില്ല, അവിവേകം കാണിച്ചിട്ടില്ല, തർക്കുത്തരം പറഞ്ഞിട്ടില്ല. യാ അബതി ഫഅൽ മാ തുഅ്മർ, ശീലമുള്ള ഒരു മകനെ പോലെ തന്റെ പ്രിയപ്പെട്ട പിതാവിനോട് വളരെ മാന്യതയോടെ ബഹുമാനത്തോടുകൂടെ ഉത്തരം പറയുന്നത് നമുക്കൊക്കെ നമ്മുടെ മാതാപിതാക്കളോട് എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ ഇടപെടണം, എങ്ങനെ പെരുമാറണം എന്നുള്ള മാതൃകയാണ്. ഇതൊന്നും വെറുതെ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതല്ല. ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയമാണിത്. തന്റെ ജീവനെടുക്കാൻ തന്റെ ഉപ്പ തയ്യാറാകുമ്പോഴും ആ ഉപ്പയോട് മാന്യമായി സംസാരിക്കാൻ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുപടി അവിടെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? പുത്രവാത്സല്യമോ അതല്ലെങ്കിൽ പിതൃസ്നേഹമോ അള്ളാഹുവിന്റെ കൽപ്പന അവഗണിക്കാൻ അവർക്ക് കാരണമായിട്ടില്ല എന്നുള്ളത്. നമ്മുടെ അവസ്ഥ എന്താണ്? നമുക്ക് മക്കളോടുള്ള സ്നേഹം കൊണ്ടല്ലേ പലപ്പോഴും നമ്മൾ സുബഹി ജമാഅത്തിന്റെ മക്കളെ വിളിച്ചുണർത്താത്തത്. അവൻ കുറച്ചുകൂടി കിടന്നോട്ടെ എന്നുള്ളതാണ്. അവരുടെ അനിസ്ലാമികമായ ജീവിതങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നത്, അനിസ്ലാമികമായ വേഷങ്ങൾ, വസ്ത്രധാരണങ്ങൾ നാം അവരോട് തിരുത്തിക്കൊടുക്കാത്തത് എന്തിന്റെ പേരില? ഹക്കും ബാത്തിലും നോക്കാതെ, ഹറാമും ഹലാലും നോക്കാതെ നാം സമ്പാദിക്കുന്നത് ആർക്കു വേണ്ടിയിട്ടാണ്? നമ്മുടെ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ടല്ലേ, നമ്മുടെ മക്കളോടുള്ള വാത്സല്യം കൊണ്ടല്ലേ. പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് എങ്കിൽ അത് പരിഗണിക്കാൻ, അത്തരം ഒരു സ്നേഹം, വാത്സല്യം അത് നമുക്ക് തടസ്സമാകരുത് എന്നുള്ളതാണ് അള്ളാഹുവിന്റെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അവർ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് പൂർണ്ണമായി കീഴടങ്ങുകയാണ്. അള്ളാഹു പറഞ്ഞു, അത് സാധാരണ ഒരു സ്വപ്നമാണെങ്കിലോ, അങ്ങനെ അദ്ദേഹം ചിന്തിച്ചിട്ടില്ല. മകൻ ചോദിച്ചിട്ടില്ല, ഉപ്പ ഇത് എല്ലാ സ്വപ്നവും വഹീ തന്നെ ആയിരിക്കുവോ, ഇതും വഹീ തന്നെ ആയിരിക്കുവോ, ഇതൊന്നും കൂടെ ആലോചിച്ചിട്ട് പോരെ? മകൻ തിരിച്ചൊന്നും ചോദിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ പ്രീതിക്ക് മുമ്പിൽ, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ മറ്റെല്ലാം അവഗണിക്കുന്ന, മറ്റെല്ലാം മാറ്റിവെക്കുന്ന രീതിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണുന്നത്. അള്ളാഹു പറയുന്നു, ഫലമ്മാ അസ്ലമ വതല്ലഹു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും തന്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഈ വഹീ വന്നപ്പോ, ഈ കൽപ്പന അങ്ങ് വന്നപ്പോ പൂർണ്ണമായി അല്ലാഹുവിന്റെ മുമ്പിൽ കീഴടങ്ങുകയാണ്. എന്നിട്ട് വതല്ലഹു ലിൽ ജബീൻ, മുഖം താഴ്ത്തിക്കൊണ്ട്, മുഖം മണ്ണിലേക്ക് അമർത്തിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കിടത്തുകയാണ്. എന്തിനാണ് കിടത്തുന്നത്? അറുക്കാൻ വേണ്ടി. മുഖം കണ്ടാൽ ഞാനൊരു പിതാവല്ലേ, ഇതെന്റെ പൊന്നു മകനല്ലേ, ആ മകനോടുള്ള ആ രൂപത്തിലുള്ള സമീപനം എനിക്ക് സങ്കടമുണ്ടാക്കില്ലേ, എനിക്ക് ഈ പ്രവൃത്തി ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലോ? അങ്ങനെയാണ്. അതിനദ്ദേഹം അതാ തയ്യാറായി. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായപ്പോ അല്ലാഹു പറയുന്നു, ഫനാദൈനാഹു അയ്യാ ഇബ്രാഹിം, നാം അദ്ദേഹത്തെ വിളിച്ച് ഇബ്രാഹിം. എന്താ പറഞ്ഞത്? ഖദ് സദ്ദഖത റുഇയ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇബ്രാഹിം, താങ്കൾ ആ സ്വപ്നം പ്രാവർത്തികമാക്കിയിരിക്കുന്നു. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് മുമ്പ് അങ്ങ് വിധേയനായിരിക്കുന്നു. അള്ളാഹുവിന്റെ കൽപ്പന അങ്ങ് പ്രവർത്തിച്ചിരിക്കുന്നു. മഹത്തായ ഒരു ബലിമൃഗത്തെ നാം അദ്ദേഹത്തിന് നൽകി എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ വലിയ പരീക്ഷണത്തിൽ അദ്ദേഹം വിജയിക്കുകയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിക്കുന്നത്? അള്ളാഹുവിലുള്ള ദൃഢമായ വിശ്വാസം കൊണ്ട്. നമ്മൾ ഓരോരുത്തരും
ഈ മഹത്തായ ത്യാഗത്തിൻ്റെ സ്മരണ നിലനിർത്തുവാനും സത്യവിശ്വാസികളിൽ ത്യാഗം ശീലം വളർത്തിയെടുക്കുവാനും ഒക്കെയാണ് ഹാജിമാർ മിനയിൽ വെച്ചുകൊണ്ട് ഈ ബലികർമ്മം നിർവഹിക്കുന്നത്. ബലിപെരുന്നാളിൻ്റെ ദിവസം ദുൽഹിജ്ജ 10-ന് നാട്ടിലുള്ള ആളുകൾ നമ്മൾ ബലിപെരുന്നാളിൻ്റെ അന്ന് നമ്മുടെ നാട്ടിൽ വെച്ചും ഇത് നടത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ഈ ബലികർമ്മത്തിൻ്റെ പെരുന്നാൾ ദിവസത്തിൻ്റെ മറ്റൊരു പേര് യൗമുൻ നഹർ എന്നാണ്. ബലിദിനം, അറവ് നടത്തുന്ന ദിനം. ആ പേരിൽ നിന്ന് തന്നെ അതിൻ്റെ മഹത്വവും അതിൻ്റെ ശ്രേഷ്ഠതയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഉദ്ഹിയ്യത്ത് കേവലം ഒരു അറവ് എന്നതിനപ്പുറത്ത് നമ്മൾ അതിനെ കാണേണ്ടതുണ്ട്. ഇതിൻ്റെ അന്തസത്ത, ഈ ചരിത്രം, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ആ ചരിത്രത്തിൽ നിന്നുള്ള പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ത്യാഗസ്മരണയോടുകൂടി അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോരുത്തരും അത് നിർവഹിക്കാൻ. അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ട് എങ്കിൽ ആ കൽപ്പനയ്ക്ക് മുമ്പിൽ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ എന്തും ത്യജിക്കാൻ തയ്യാറാണ്, ഏത് ത്യാഗവും സഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്നതാണ് ഒരു വിശ്വാസി, ഉദ്ഹിയ്യത്ത് നടത്തുന്ന ഒരു വിശ്വാസി ഉദ്ഹിയ്യത്തിലൂടെ പ്രകടമാക്കുന്നത്. എനിക്കാവശ്യമുണ്ട് പണം, ഞാൻ പണത്തിന് ആവശ്യക്കാരനാണ്. പക്ഷേ എനിക്കാവശ്യമുള്ള പണമോ ഞാൻ വളർത്തിയെടുത്ത എൻ്റെ നാൽക്കാലികളോ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് എങ്കിൽ അതെനിക്ക് പ്രശ്നമല്ല. ഞാൻ അതിനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. ഇതാണ് ഉദ്ഹിയ്യത്തിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഉദ്ഹിയ്യത്ത് അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് നമസ്കാരവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. നോക്കൂ, ഏറ്റവും ചെറിയ അധ്യായമായ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കൗസർ, ഫസല്ലി ലിറബ്ബിക വൻഹർ, ഫസല്ലി ലിറബ്ബിക വൻഹർ, നിന്റെ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കണം. നമസ്കാരം പറഞ്ഞിട്ട് ഉടനെ അള്ളാഹു പറയുന്നത് വൻഹർ, നീ ബലിയറക്കുകയും വേണം. നമസ്കാരത്തോടു കൂടി ചേർത്തിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം പഠിപ്പിക്കുന്നത്. ബലിമൃഗങ്ങൾ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ് എന്ന് സൂറത്തുൽ ഹജ്ജിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു. വൽബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശാഇരില്ലാഹ്, അള്ളാഹുവിന്റെ ശിആറിൽപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. സൂറത്തുൽ ഹജ്ജിന്റെ 32-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വമൻ യുഅദ്ദിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഈ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുക, അതിന് ബഹുമാനം നൽകുക എന്നുള്ളത് അത് തഖ്വയുടെ ഭാഗത്തിൽപ്പെട്ടതാണ്, അത് സത്യവിശ്വാസികളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് എന്നാണ്. ഇതൊരു ഇബാദത്താണ്. നമസ്കാരം പോലെ ഉള്ള ഒരു ഇബാദത്താണ് ബലിയറക്കുക എന്നുള്ളത്. ഇതൊരു ഇബാദത്തായതുകൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഏത് ഇബാദത്തും അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്നാണ്. അല്ലാത്ത ഒരാൾക്കും ഒരു ഇബാദത്തും പാടില്ല. പ്രാർത്ഥന പാടില്ല, നേർച്ച പാടില്ല, നമസ്കാരം പാടില്ല, നോമ്പ് പാടില്ല, ഉദ്ഹിയ്യത്തും പാടില്ല, അറവും പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൻആമിന്റെ 162-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. താങ്കൾ പ്രഖ്യാപിക്കണം, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി, എൻ്റെ ബലികർമ്മവും എൻ്റെ നമസ്കാരവും, വമഹ്യായ വമമാതി, എൻ്റെ ജീവിതവും എൻ്റെ മരണവും എൻ്റെ മുഴുവൻ കാര്യങ്ങളും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിന് മാത്രമുള്ളതാണ്. ഞാൻ റബ്ബിന് മാത്രമേ സമർപ്പിക്കൂ. പക്ഷേ മറ്റുള്ള സമുദായങ്ങളിലെല്ലാം, ഇന്ന് മുസ്ലിം സമുദായത്തിൽ പോലും നമ്മുടെ നാടുകളിൽ പോലും അല്ലാഹുവല്ലാത്തവരുടെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് അറബുകൾ നടത്തുന്നു. കോഴിയെയും ആടിനെയും മറ്റു മൃഗങ്ങളെയും ഒക്കെ അറബുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു.
വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഒരു മുസ്ലിമിന്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല അത്. ശിർക്കുൻ അക്ബർ, വലിയ ശിർക്കിൽപ്പെട്ടതാണ്. അല്ലാഹുവല്ലാത്തവർക്ക് അറവ് നടത്തുക എന്നുള്ളത് മുഖ്രിജും മിനൽ മില്ല, അത് മതത്തിൽ നിന്ന് നമ്മെ പുറത്തേക്കെടുത്തെറിയുന്ന വൻ പാപമാണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഇബാദത്ത്, ഏത് ഇബാദത്തും അല്ലാഹുവിന് മാത്രമാണ്. നോക്കൂ, അല്ലാഹു സൂചിപ്പിച്ചത് ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി, നമസ്കാരവും എൻ്റെ നേർച്ചകളും എൻ്റെ അറവുകളും എൻ്റെ സകല കർമ്മങ്ങളും എൻ്റെ ജീവിതവും എൻ്റെ മരണവും എല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമാണ്. അല്ലാഹുവല്ലാത്ത ഒരാൾക്ക് അറവ് നടത്തിക്കൂടാ. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ അറവ് നടത്തുന്നവരുണ്ട്. ബദരീങ്ങളുടെ പ്രീതിക്ക് വേണ്ടി അറവ് നടത്തുന്നവരുണ്ട്. ഷെയ്ഖന്മാർക്ക്, തങ്ങന്മാർക്ക്, അത്തരത്തിലുള്ള ഔലിയാക്കന്മാർക്ക്, മഹാന്മാർക്ക്. മഹാനായ ഇമാം സാവി റഹിമഹുല്ലാ അദ്ദേഹം സൂറത്തു മാഇദയിലെ മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ എന്ന് തുടങ്ങുന്ന സൂറത്തു മാഇദയിലെ 103-ാമത്തെ വചനത്തിന്റെ തഫ്സീറിൽ ഈ വിഷയം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് ചില ആളുകൾ ഇങ്ങനെ അറവ് നടത്തുന്നുണ്ട്. ചില കുട്ടന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞുവിടും, ഇത് ഇന്ന ഷെയ്ഖിൻ്റെതാന്ന് പറയും, ഇത് ഇന്ന വലിയൻ്റെതാന്ന് പറയും. ഇത് ആരെങ്കിലും എതിർത്താലോ അയാളെ പറ്റിയിട്ട് ഈ ആളുകൾ പറയലെന്താ, ഇന്നഹു ലാ യുഹിബ്ബുൽ ഔലിയ, ഇവർക്ക് ഔലിയാക്കളോട് സ്നേഹമില്ല എന്ന് ഇമാം സാവി അദ്ദേഹത്തിന്റെ തഫ്സീർ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇത് കുഫ്റുൻ, അദ്ദേഹം പറയാൻ ഇത് കുഫ്റുൻ, ഇത് കുഫ്റാണ്, സത്യനിഷേധമാണ് എന്ന് കൃത്യമായിട്ട് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ആ വിഷയം ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം. ബലിക്ക് ഇത്രമേൽ സ്ഥാനമുണ്ട്. അത് ഇബാദത്താണ്, അത് റബ്ബിന്റെ മുമ്പിൽ മാത്രമാണ്. അതല്ല എങ്കിൽ ശിർക്കാണ്. സൂചിപ്പിച്ചതുപോലെ ബലി അത് അറവ് നടത്തുമ്പോൾ, ഉദ്ഹിയ്യത്ത് നടത്തുന്നൊരു വ്യക്തി മനസ്സിലാക്കേണ്ടത് ആ ബലി മൃഗം അതിൻ്റെ വലിപ്പമോ അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പൊങ്ങച്ചമോ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ അറക്കുന്നതാണ് എൻ്റെ നാട്ടിൽ അറക്കുന്ന മൃഗങ്ങളിൽ ഏറ്റവും വലുത്, ഏറ്റവും നല്ല ഒരു അതാണ് എന്ന് പറയാറുണ്ട്. അതല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അഭിമാനം കൊള്ളുന്ന ആളുകളുണ്ട്. എൻ്റെ നാട്ടിൽ ഒരു സമ്പന്നനായിട്ടാണ് എല്ലാവരും എന്നെ മനസ്സിലാക്കുന്നത് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ബലി അറുത്തിട്ടില്ല എങ്കിൽ ആളുകളൊക്കെ എൻ്റെ ഒരു മോശക്കാരനായി കാണും. അല്ലെങ്കിൽ ഇങ്ങനെ കമ്മിറ്റിക്കാരൊക്കെ വന്നിട്ട് ഇത്ര പണം വേണം, ഇത്ര ഷെയർ കൂടണം എന്നൊക്കെ എന്നോട് പറഞ്ഞതല്ലേ, എങ്ങനെയാ അപ്പം അവർ ചോദിച്ചിട്ട് ഞാൻ കൊടുക്കാതിരിക്കുക? അങ്ങനെ കൊടുക്കുക അല്ല. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂറത്തുൽ ഹജ്ജിലെ 37-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, നിങ്ങൾ അറുക്കുന്ന ബലിമൃഗത്തിന്റെ അതിന്റെ രക്തമോ മാംസമോ ഒന്നും അല്ലാഹുവിലേക്ക് എത്തുന്നില്ല. അതിന്റെ രക്തവും മാംസവും ഒന്നും റബ്ബിന് ആവശ്യമില്ല. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള ലക്ഷ്യമെന്താ, നിങ്ങളുടെ നിയ്യത്ത് എന്താ, നിങ്ങളുടെ ഇഖ്ലാസ് എങ്ങനെയുണ്ട്, നിങ്ങളുടെ ഉദ്ദേശം എന്താ, ആർക്ക് വേണ്ടിയിട്ടാണ്, ആരുടെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ടാണ്, ആരുടെ പ്രശംസ പിടിച്ചു പറ്റാനാണ്, ആരുടെ മുമ്പിൽ അഭിമാനം കൊള്ളാനാണ്, ആരുടെ മുമ്പിൽ പൊങ്ങച്ചത്തിനും അഹങ്കാരത്തിനും വേണ്ടിയാണ്? അതൊന്നുമല്ല. ഇതൊക്കെ മാറ്റിവെച്ചിട്ട് ശൈത്താനിന്റെ പൈശാചികമായ മുഴുവൻ ദുർബോധനങ്ങളിൽ നിന്നും അകന്നു നിന്നുകൊണ്ട് ഞാനിത് നിർവഹിക്കുന്നത് ഒരു ഇബാദത്താണ്, എന്റെ റബ്ബിന്റെ കൽപ്പനയ്ക്ക് മാത്രമായിക്കൊണ്ടാണ്, എന്റെ റബ്ബിനെ അനുസരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാഹുവിന്റെ പ്രീതിയല്ലാതെ മറ്റൊന്നും ഞാൻ ഇതിൽ പ്രതീക്ഷിക്കുന്നില്ല. അതാണ് റബ്ബിലേക്ക് എത്തുന്നത്. അതിനാണ് റബ്ബ് പ്രതിഫലം തരുന്നത്. അത് ഞാൻ ഒറ്റയ്ക്ക് അറുത്തതാണ്, അതല്ലെങ്കിൽ ഞങ്ങൾ 3 ആൾ കൂടി അറുത്തതാണ്, ഇത് ഇത്ര വലുപ്പമുള്ളതാണ്, അതൊന്നുമല്ല. അല്ലാഹുവിലേക്ക് എത്തുന്നത് തഖ്വാ മിൻകും, നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധിയാണ്, തഖ്വയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇവിടെ വലിയ വിഷയമുണ്ട്. ഇത് പരസ്യമായി ചെയ്യുന്ന ഒരു പ്രവർത്തനം കൂടെയാണ്. റിയാ, പ്രകടനപരത, ഇഖ്ലാസിന് ഭംഗം വരാൻ, നിഷ്കളങ്കത അത് കളങ്കപ്പെടാൻ, ഇഖ്ലാസ് കളങ്കപ്പെടാൻ ഒക്കെ കാരണമായി തീരുന്ന ഒരു കർമ്മമാണ്. അതുകൊണ്ട് തന്നെ അത് നിർവഹിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയം വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ഈ വിഷയം നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ
വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ ഒരിക്കൽക്കൂടെ സൂക്ഷിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ബലികർമ്മം ഈദ് ദിനത്തിൽ നാം നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായിട്ടാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. സാമ്പത്തികമായി അതിന് ശേഷിയുള്ള എല്ലാവരും അതിൽ പങ്കെടുക്കണം. ഒറ്റയ്ക്ക് നിർവഹിക്കാൻ കഴിയുന്നവർക്ക് അതല്ലെങ്കിൽ ഒന്നിലധികം ഷെയറുകൾ ചേർന്ന് നിർവഹിക്കാൻ പറ്റുന്നവർ അങ്ങനെയും അതിൻ്റെ നിയമങ്ങളൊക്കെ നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. അത് അപ്രകാരം തന്നെ നിർവഹിക്കണമെന്ന് വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എത്രത്തോളം എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ വജദ സഅതൻ ലി അൻ യുദഹിയ ഫലം യുദഹി ഫലാ തഖ്റുബന്ന മുസല്ലാന. മറ്റൊരു റിവായത്തിൽ ഫലാ യഹ്ദുർ മുസല്ലാന. അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികമായ അഭിവൃദ്ധി നൽകിയിട്ടും ഒരാൾ ഉദ്ഹിയ്യത്ത് നിർവഹിക്കുന്നില്ല എങ്കിൽ അയാൾ ഫലാ യഹ്ദുർ മുസല്ലാന, ഈദ് നമസ്കാരത്തിന് നമ്മുടെ പള്ളിയിലേക്ക് മുസല്ലയിലേക്ക് വരേണ്ടതാണ്. അത്രത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഹദീസൊക്കെ പഠിപ്പിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ അവർ ഇത് നിർബന്ധമാണോ സുന്നത്താണോ എന്നുള്ള ചർച്ചയിലാണുള്ളത്. കാരണം ഈ ഹദീസിൻ്റെ ഗൗരവം, ഇതിൻ്റെ പദപ്രയോഗം അത്രമേൽ ഗൗരവമാണ് എന്നതുകൊണ്ട് തന്നെ ആ സാമ്പത്തികമായി അതിന് ശേഷിയുള്ള ആളുകളെല്ലാം അത് അറക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതല്ല, എന്തായാലും ഏറ്റവും പ്രബലമായ അഭിപ്രായം, പ്രബലമായ ഒരു സുന്നത്താണ് എന്നതാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. എന്തായാലും അതിനൊരു ഗൗരവം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ അവസാനത്തെ ആ ദുൽഹിജ്ജ മാസം പിറന്നാൽ ഉദ്ഹിയ്യത്തിന്റെ നിയ്യത്ത് വെച്ച ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ ദഖലൽ അശ്റു വഇൻദഹു ഉദ്ഹിയ്യത്തുൻ യുരീദു അൻ യുദ്ഹിയ ഫലാ യഖുദന്ന ശഅറൻ വലാ യഖ്ലിമന്ന ദുഫ്ര. ശരീരത്തിലെ രോമങ്ങളും അതുപോലെ തന്നെ മുടികളും നഖങ്ങളുമൊന്നും എടുക്കാൻ പാടില്ല. അവരൊക്കെ അതിനു മുമ്പേ തന്നെ അതിനു വേണ്ടി തയ്യാറാവണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വിഷയങ്ങളൊക്കെ സൂക്ഷിക്കാനും ശേഷിയുള്ള ആളുകൾ അത് നിർവഹിക്കാനുള്ള നിയ്യത്ത് ഇപ്പോൾ തന്നെ മനസ്സിലുണ്ടാവാനും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സുന്നത്തുകളൊക്കെ ജീവിപ്പിക്കാനും അല്ലാഹുവിൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് അവ നിർവഹിക്കാനും നമുക്ക് ഓരോരുത്തർക്കും അവൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.